ഹായ് മക്കിൾസ്, എടാ നമ്മൾ മൂന്നാമത്തെ പാഠം ഏതാ മാഷെ? മൂന്നാമത്തെ പാഠം ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ പാഠത്തിൽ ഓണം പരീക്ഷയ്ക്ക് ഏതുവരെ പഠിക്കണമെന്ന് പല കുട്ടികൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ആ മജന്ത, മഞ്ഞ, സയൻ ഈ ഭാഗമൊക്കെ പഠിക്കണമെന്ന്. വേണ്ട, അതുവരെ ഒന്നും പഠിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ് ഏതൊക്കെയാണ്. ഇത് പഠിക്കാണ്ട് ഓണം എക്സാമിന് പോവുകയും ചെയ്യരുത്. ഈ പാഠത്തിലെ ഏറ്റവും മെയിൻ ഹെഡിങ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്തിക വികിരണങ്ങൾ. സിമ്പിളാടാ. ഇത് നമ്മുടെ പാവം സൂര്യേട്ടൻ, ഇത് നമ്മുടെ പാവം ഭൂമി. ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്. ഈ സൂര്യന് എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്? ലൈറ്റ് അഥവാ പ്രകാശം വരുന്നുണ്ട്. ചൂടുണ്ട് സാറേ, അങ്ങനെ ചൂടെന്നൊക്കെ പറയാൻ പറ്റുമോ? എടാ നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ചില റേഡിയേഷൻസിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്തിക വികിരണങ്ങൾ. സാറേ ഇത് സൂര്യൻ നിന്ന് മാത്രമാണോ വരിക? അല്ല, നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ വരും. എന്നാലും നമ്മൾ മനസ്സിലാക്കണം പ്രധാനപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ടീമിനെയാണ് നമ്മൾ ആർമി, പട്ടാളക്കാർ, ആർമി, ലെക്സ് സോപ്പ്, ലെക്സ്, ഗാമ, ആർമി, ലെക്സ്, ഗാമ. നന്നായിട്ട് പഠിച്ചേ, നല്ലോണം ഇപ്പോഴേ പറഞ്ഞോ, ആർമി, ലെക്സ്, ഗാമ, ആർമി, ലെക്സ്, ഗാമ. എൻ്റെ കൂടെ എപ്പം പഠിക്കണം, ആർമി, ലെക്സ്, ഗാമ. ഈ ആൾക്കാരവിടെ സൂര്യൻ എന്ന് വരിക. ആർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്, റേഡിയോ തരംഗം. എം എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് തരംഗം. ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, എൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അഥവാ പ്രകാശം, യു എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേ, ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ റേ. ഈ ആൾക്കാരൊക്കെ സൂര്യൻ നിന്ന് വരുന്നുണ്ട്. ഈ ആൾക്കാരുടെ ഒക്കെ ഒരു രണ്ട് പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഈ ആൾക്കാർക്കൊന്നും സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ മീഡിയത്തിന്റെ ആവശ്യമില്ല. എന്താ പക്ഷേ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. വായു വേണോ, വെള്ളം വേണോ, അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഇവർക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് ഇവിടെ വരും. രണ്ടാമത്തെ പ്രത്യേകത, ഈ ആൾക്കാർക്കൊക്കെ ഒരേ സ്പീഡാ. അത് പ്രകാശമായിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, എക്സ്റേ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാ. അയ്യോ മാഷെ അങ്ങനെ പറഞ്ഞതിന് അർത്ഥം എന്താ? 3 എന്നുള്ള നമ്പർ എഴുതുക, ഇങ്ങോട്ട് 8 0 1 2 3 4 5 6 7 8 ഇത്ര മീറ്റർ ഒരു സെക്കൻഡിൽ. ഇതാണ് ഇവരുടെ എല്ലാവരുടെയും സ്പീഡ്. സോ ഒരിക്കൽ കൂടി പറയുന്നടാ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. പോയിന്റ് നമ്പർ 2, ഇവരുടെ എല്ലാവരുടെയും വേഗത എത്രടാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ചിലപ്പോൾ എക്സാമിന് നോക്കിയേ, പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 10⁸. ഗാമ റേയുടെ വേഗത എത്ര? 3 × 10⁸. എക്സ് റേയുടെ വേഗത എത്ര? 3 × 10⁸. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സർ ഇപ്പം നിങ്ങൾ എന്താ സാറേ ആർമി, ലെക്സ്, ഗാമ എന്ന് എഴുതാൻ കാരണം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാമ, എക്സ്, അൾട്രാ, ലക്സ് അങ്ങനെയൊക്കെ എഴുതിക്കൂടെ? നിങ്ങൾ എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? നമ്മൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ആൾക്കാരില്ലടാ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇവരെ നമ്മൾ ഒന്നെങ്കിൽ അവരുടെ തരംഗദൈർഘ്യം, വേവ് ലെങ്ത് കൂടി വരുന്ന രീതിയിൽ എഴുതും, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന രീതിയിൽ എഴുതും. ഈ ഒരു പ്രത്യേക ഓർഡറിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം. അപ്പൊ എന്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ഒന്നും പേടിക്കരുത്. വൈദ്യുത കാന്തിക വികിരണങ്ങളെ തരംഗദൈർഘ്യത്തിന്റെ ക്രമത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യേക ക്രമത്തിൽ, ഒരു പ്രത്യേക ഓർഡറിൽ, വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. മാഷെ ഇവിടുന്ന് പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളുടെ എക്സാമിന് നോക്കിയേ, ഇതിൽ ആർക്കാണ് വേവ് ലെങ്ത് കൂടിയത്? ആർക്കാണ് നീളം കൂടിയത്? ഇതിൽ ആരാണ് മൂത്താള്? ഇതിൽ ആരാ വലിയ ആള്? ഇതിൽ ആരാണ് ചെറിയ ആള്? ആർക്കാണ് തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് കുറവ്? മാത്രമല്ല ഒരു കാര്യം കൂടി ചോദിക്കും, ഇതിൽ ആർക്കാണ് എനർജി അഥവാ ഊർജം കൂടുതൽ? ഇതിൽ ആർക്കാണ് എനർജി അഥവാ ഊർജം കുറവ്? സിമ്പിളാടാ. നമുക്ക് ഓർഡർ എന്തായാലും ആർമി, ലെക്സ്, ഗാമ എന്നല്ലേ. സോ നീളം കുറഞ്ഞ ആള് ഒന്നെങ്കിൽ റേഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഗാമ ആയിരിക്കും. കാരണം ഇതെല്ലാം ഓർഡർ ആർമി, ലെക്സ്, ഗാമ, നടുവിലൊന്നും കൊണ്ടേ വെക്കൂലല്ലോ. സോ ഒന്നെങ്കിൽ ഇവനായിരിക്കും ചെറുത്, അല്ലെങ്കിൽ ഇവനായിരിക്കും ചെറുത്. ഗാമയാണോ റേഡിയോ ആണോ? അതിപ്പോൾ എങ്ങനെ മാഷെ പഠിക്കുക? സിമ്പിളാടാ. വാസ്കോ ഡ ഗാമനെ ആലോചിക്കുക. വാസ്കോ ഡ ഗാമ ഒരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലാക്കുക. വാസ്കോ ഡ ഗാമ ചെറിയൊരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലാക്കുക. ആ ചെറുപ്പക്കാരനാണ് സുഹൃത്തുക്കളെ, അയാളെ യുവത്വത്തിന്റെ തിളപ്പിൽ കോഴിക്കോട് കപ്പലൊക്കെ ഇറങ്ങിയെന്ന് വിചാരിക്കുക. സോ ഞാൻ ചോദിക്കേ, ഇതിൽ ആരാണ് ചെറുപ്പക്കാരൻ? ഇതിൽ ആർക്കാണ് തരംഗദൈർഘ്യം കുറവ്? ആർക്കാണ് വേവ് ലെങ്ത് കുറവ്? ഗാമാറേ, ഗാമാറേ, ചെറുപ്പക്കാരനായ ഗാമാറേ. സാറേ ഇതിൽ ആർക്കാ നീളം കൂടുതൽ? എടാ റേഡിയോ തരംഗം. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? യൂട്യൂബിലോ സ്പോട്ടിഫൈയിലൊക്കെ അല്ലേ പാട്ട് കേൾക്കുക? അയ്യോ റേഡിയോയിലൊക്കെ ആരാടാ പാട്ട് കേൾക്കുക? സാറേ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുക വയസ്സായ ആൾക്കാരാ സാറേ എന്ന് വെറുതെ വിചാരിക്കുക. അല്ല, ചിലപ്പോൾ നല്ല ആൾക്കാരൊക്കെ കാണാറുണ്ട്, എന്നാലും വെറുതെ വിചാരിക്കുക വയസ്സായ ആൾക്കാരാണ് സാറേ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുക, അല്ലാതെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും റേഡിയോയിൽ പാട്ട് കേൾക്കില്ല. സോ റേഡിയോ എന്ന് പറഞ്ഞാൽ വയസ്സായ ആളാ, തരംഗദൈർഘ്യം കൂടിയതാ, നീളം കൂടിയ ആളാ.
അപ്പം മനസ്സിലാക്കണേ, ഞാൻ ചോദിക്കും വേവ് ലെങ്ത് കൂടിയ റേഡിയേഷൻ ഏത്? വേവ് ലെങ്ത് കൂടിയതെന്ന് പറയുമ്പം റേഡിയോനെ ആലോചിക്കുക. വേവ് ലെങ്ത് കുറഞ്ഞത്, തരംഗദൈർഘ്യം കുറഞ്ഞത് ആരടാ? അത് ഗാമ റേ ആണ്. ഹാപ്പി അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കേ, ഇതിൽ ആർക്കാണ് എനർജി കൂടുതൽ, ആർക്കാണ് എനർജി കുറവ്? എടാ സിമ്പിൾ, ഫിസിക്സിൽ നീളത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ബാക്കിയെല്ലാം. സോ ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുക, ഇതിൽ ഏത് തരംഗത്തിനാണ് ഊർജം കൂടുതൽ, ഏത് വേവിനാണ് എനർജി കൂടുതൽ? അപ്പം എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടത്? എനർജി കൂടുതലാവണമെന്നുണ്ടെങ്കിൽ അവിടെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് കുറയണം. വേവ് ലെങ്ത് കുറഞ്ഞ ആളാരാടാ? ഗാമ, അല്ലെങ്കിൽ മാസ്കോഡ് ഗാമക്ക് എന്തൊരു എനർജിയാ. ഇനി അടുത്തതിന് മക്കൾ പറ, ആർക്കാണ് എനർജി കുറവ്, ഊർജ്ജം കുറവായിരിക്കാം? ഊർജ്ജം കുറവാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കണം? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുതലായിരിക്കണം. അതാരാ മക്കളെ? റേഡിയോ തരംഗം. വല്ല പ്രശ്നമുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ഹെഡിങ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും. ഈ രണ്ടാൾക്കാരുടെ ഉപയോഗം എക്സാമിന് ചോദിക്കും. ഇതിൽ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, ഒരാളാണ് സൂര്യന്റെ ചൂടിന് കാരണം. നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ ഇങ്ങനെ ചൂടാവാൻ കാരണം എന്താണ്? ഈ സൂര്യന്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ അറിയില്ലേ, ഫോർ എക്സാമ്പിൾ എന്താ സൺബേൺ ഒക്കെ ഉണ്ടാവും. അങ്ങനെ സൂര്യന്റെ ചൂടിന് കാരണം കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടെന്ന് അറിയില്ലേ? സൂര്യന്റെ ചൂടിന് കാരണം ആരാ? നിങ്ങൾക്ക് ഇൻഫ്രാറെഡ്. അതെങ്ങനെ മാഷ് ആലോചിക്കുക? ചൂടാവുമ്പോൾ നമ്മളെ മുഖം ഇങ്ങനെ ചോന്ന് നിൽക്കുന്ന ആലോചിക്കുക. സോ സൂര്യന്റെ ചൂടിന് കാരണം ആരാ? ഇൻഫ്രാറെഡ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? നിങ്ങൾക്ക് അൾട്രാ വയലറ്റ്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ നന്നായിട്ട് നോക്കണേ. ഒന്ന്, ഇതിൽ ആരാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്? അൾട്രാ വയലറ്റ്. ഇതിൽ ആരാണ് സൂര്യന്റെ ചൂടിന് കാരണം, ആ സൂര്യന്റെ പകക്ക് കാരണം ചൂടായ ചോക്കും സാറേ? ഇൻഫ്രാറെഡ്. ഹാപ്പി, സിമ്പിൾ, ഹമ്പിൾ, നിസാരം. ഇതാണ് ആ ഭാഗത്ത് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും മഴവില്ലിന്റെ താഴെയുള്ള കളർ ഏതാ, മേലുള്ള കളർ ഏതാ? എടാ എപ്പോഴും ഫിസിക്സിൽ ഇല്ലടാ, ഈ താഴെയും മേലെയും നമ്മൾ 7 കളേഴ്സ് ഉണ്ട്. ആ 7 കളേഴ്സ് എഴുതുമ്പോൾ താഴെ നിന്ന് മേലേക്ക് എഴുതുക. നിങ്ങൾ മിക്കവാറും നോക്കിക്കൊണ്ട് ഈ പാഠത്തിൽ മിക്ക കേസിലും താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. മഴവില്ലിന്റെ താഴെ ഏതാ? വയലറ്റ്. മേലെ ഏതാ? റെഡ്. ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് അടിച്ചാൽ താഴെ ഏതാ? വയലറ്റ്, മേലെ റെഡ്. സോ ഈ പാഠത്തിൽ 99% സ്ഥലത്തും താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലുണ്ടാവണം, മഴവില്ലിന്റെ താഴെ ഏതാ? വയലറ്റ്, മഴവില്ലിന്റെ മേലെ ഏതാ? റെഡ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എക്സാമിന് നോക്കിയേ, ഇതിൽ ആർക്കാണ് തരംഗ ദൈർഘ്യം കുറവ്, ആർക്കാണ് തരംഗ ദൈർഘ്യം കൂടുതൽ? ആർക്കാണ് വേവ് ലെങ്ത് കുറവ്, ആർക്കാണ് വേവ് ലെങ്ത് കൂടുതൽ? എടാ ഇതാണ് നമ്മളെ തറ. വയലറ്റ് ആണ് തക്കുടു ആവ, ഇൻഡിഗോ കുറച്ചും കൂടി വലുത്, ബ്ലൂ കുറച്ചും കൂടി വലുത്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓ മൈ ഗോഡ്, നിങ്ങൾ മനസ്സിലാക്കുക, തക്കുടു വാവയാണ് വയലറ്റ്, വയലറ്റ് വാവ, വാവ വയലറ്റ്. വയലറ്റ് ആണ് ഏറ്റവും ചെറുത്, റെഡ് ആണ് ഏറ്റവും വലുത്. ഞാൻ ചോദിക്കേ, ആർക്കാണ് തരംഗ ദൈർഘ്യം കൂടുതൽ? സുഹൃത്തുക്കളെ, സൂര്യപ്രകാശത്തിലുള്ള 7 കളേഴ്സിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ വയലറ്റ് ആണ്, തരംഗ ദൈർഘ്യം കൂടിയത് ആർക്കാടാ? റെഡിനുമാണ്. മതി, നോ പ്രോബ്ലം. ഇനി പാഠത്തിൽ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് അടിച്ചാൽ എന്താ സംഭവിക്കുക? സിമ്പിളാ. ഒരു പ്രിസത്തിലേക്ക് സൂര്യപ്രകാശം അടിച്ചാൽ അതിന്റെ കുടൽമാല അപ്പുറത്തങ്ങനെ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ടോ അതൊക്കെ പുറത്തിയാടും. അതിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ, പ്രകീർണനം. പ്രകീർണനം. സൂര്യപ്രകാശം എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടെ, എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രിസം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്, ഒരു വെള്ളത്തിലേക്ക് ടോർച്ച് ലൈറ്റ് സൂര്യപ്രകാശം അടിച്ചെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചുള്ള ഒരു പരീക്ഷണമല്ലേ. അങ്ങനെ എപ്പോഴെങ്കിലും സൂര്യപ്രകാശത്തിന്റെ കുടൽമാല പുറത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യപ്രകാശത്തിനുള്ളിൽ 7 കളേഴ്സ് ഉണ്ട്, ആ 7 കളേഴ്സ് പുറത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. കുത്തിത്തിരിപ്പിന്റെ ഉസ്താദാണ് നമ്മളെ പ്രിസം. ആരെങ്കിലും ഒരാൾ ഒരു പ്രിസത്തിലേക്ക് ഒരു സൂര്യപ്രകാശം അടിച്ചെന്ന് വിചാരിക്കുക, ഓ മൈ ഗോഡ്, നിങ്ങൾക്കറിയാം ശരിക്കും ലൈറ്റ് നേരെയാണ് പോകേണ്ടത്, പക്ഷേ ലൈറ്റ് നേരെ പാസ് ചെയ്യില്ല. എൻ്റെ മക്കൾ നല്ലോണം നോക്കിക്കോളെ, അതിനെന്താ സംഭവിക്കുക? റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും, പക്ഷേ ഇത് മോളിക്കാണോ പോവുക താഴോട്ടാണോ പോവുകയെന്ന്. ഞാൻ ഇനി പറയുന്ന പോയിന്റ് നന്നായിട്ട് കേട്ടോ. ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വന്നാൽ ആ ലൈറ്റ് എങ്ങോട്ടാ പോവുക? ചേട്ടാ ബേസ്. പ്രിസത്തിന് ലൈറ്റ് വന്നാൽ ലൈറ്റിന് ബേസിന് ഭയങ്കര ഇഷ്ടമാണ്, ഈ അടിഭാഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോക്കടാ, മേലേക്കാണോ പോവുക? അല്ല, എനിക്ക് ബേസിനെ മതി. ഓ ചേട്ടാ, ഉണ്ടോ ഉണ്ട് നോക്കടാ, വീണ്ടും ഓ ചേട്ടാ. സുതരത്തിലുള്ള പരിപാടി എന്ത് എളുപ്പമാടാ. സുതരങ്ങൾ മനസ്സിലാക്കണം, ഒരു ലൈറ്റ്, ഒരു സൺലൈറ്റ്, അതിനുള്ളിൽ 7 കളേഴ്സ് ഉണ്ട്. ആ 7 കളേഴ്സ് ഒരു പ്രിസത്തിലേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുടൽമാല അങ്ങോട്ട് പുറത്തിയാടും. താഴെ വയലറ്റ് ഉണ്ടാവും, മേലെ റെഡ് ഉണ്ടാവും, ബാക്കി എല്ലാ കളറും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിന് കാരണം എന്താ പറയുക നിങ്ങൾക്ക്? ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്. വ്യതിയാനം തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ എന്താ ലൈവിൽ തരും. ഇന്ന് വെറുതെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് ചോദിക്കേ, പ്രിസത്തിലേക്ക് ലൈറ്റ് അടിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പം എൻ്റെ മക്കളെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം, അതിൻ്റെ ഉള്ളിലുള്ള കളേഴ്സ് ഒക്കെ പുറത്ത് ചാടും. മാഷേ, സൂര്യപ്രകാശത്തിനുള്ളിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. സോ താഴെ ഏത് കളറാണ് വരിക? മാഷ് നേരത്തെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്, താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. വീണ്ടും എൻ്റെ മക്കൾ പറ, ശരിക്കും ലൈറ്റ് നേരല്ലേ പോണ്ടിന്, പക്ഷെ
പക്ഷെ ലൈറ്റ് നേരെ പാസ് ചെയ്യോ? ഇല്ല. പ്രകാശം അഥവാ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പം അതിന് ബെൻഡിങ് ഉണ്ടാവും. ഇനി എൻ്റെ മക്കൾ പറയടാ, മേലോട്ടാണോ ലൈറ്റ് പോവുക, താഴോട്ടാണോ ലൈറ്റ് പോവുക? അയ്യോ സാറേ, പ്രിസത്തിലേക്ക് ലൈറ്റ് വരുമ്പോഴും പോകുമ്പോഴും ഐ ലവ് യു എന്തിനോടായിരിക്കും? ബേസിനോടായിരിക്കും. സോ എന്താ ചെയ്യുക? ബേസിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും, ബേസിൻ്റെ അടുത്തേക്ക്. സോ അങ്ങോട്ട് ചോദിക്കേ, താഴെ ഏതാ കളറ്? വയലറ്റ്. മേലെ ഏതാ കളറ്? റെഡ്. ഈ ഒരു ചിത്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു ഹെഡിങ്ങിന്റെ മെയിൻ ഇതിവൃത്തം എന്താണ്? എപ്പോഴെങ്കിലും ഒരു ലൈറ്റ് അതിൻ്റെ ഉള്ളിലുള്ള കളേഴ്സ് ആയിട്ട് വേർതിരിയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കുടൽമാല പുറത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യപ്രകാശത്തിനുള്ളത് കുടൽമാല പുറത്തേടി മഴവിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതിനൊക്കെ കാരണം ഏതാടാ? അതിനൊക്കെ കാരണമാണ് ഡിസ്പേർഷൻ, പ്രകീർണനം. പ്രകീർണനം. മാഷേ, ഇതിന് താഴെ ഉണ്ടാകുന്ന കളർ ഏതാ? വയലറ്റ്. മേലുണ്ടാകുന്ന കളർ ഏതാ? റെഡ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാവാൻ കാരണം? ഈ കുടൽമാല പുറത്ത് ചാടാൻ കാരണം എന്താ? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നു. ഈ വ്യതിയാനം തരംഗദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത്. എല്ലാ വർണ്ണങ്ങൾക്കും ഒരേ വേവ് ലെങ്ത് ആണോ? അല്ല. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ഡീവിയേഷൻ കൂടുതലാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഡീവിയേഷൻ കുറവാണ്. ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കണേ. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് വ്യതിയാനം കൂടുതലാണ്, തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് വ്യതിയാനം കുറവാണ്. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് തേർഡ് ചാപ്റ്ററിന് എന്തായാലും പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങൾ. അതേമാതിരി ഈ പാഠത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. ഏതാടാ? മഴവില്ല് രൂപപ്പെടാനുള്ള കാരണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മഴവില്ല് രൂപപ്പെടുന്ന ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ആ ചിത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ വളരെ നല്ല. സുഹൃത്തുക്കളെ കൂടി ചോദിക്കേ, മഴത്തുള്ളിയിൽ എങ്ങനെ മഴവില്ല് ഉണ്ടാകുമെന്ന്. ആ ചിത്രമൊക്കെ ഇവിടെ ബോർഡുമേലൊന്ന് ഞാൻ സ്പീഡിലൊക്കെ ലൈവ് ചെയ്യാൻ പറഞ്ഞുതരാം. അതൊന്നും നോ പ്രോബ്ലം. ഈ ചിത്രങ്ങളൊന്ന് വീട്ടിൽ നിന്ന് വരച്ചു നോക്കിയാൽ മതി. ഞാനും കൂടെ എക്സാമിന് എന്താ ചോദിക്കുക? ഒരു മഴവില്ല് ഉണ്ടാവാൻ കാരണമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാപ്പാഠം പഠിക്കേണ്ടത്. മഴവിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ആദ്യം എന്നോട് പറയണം, ഡിസ്പേർഷൻ, പ്രകീർണനം. ഓക്കെ അല്ലേ? എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ ഇന്ന് ലൈവിൽ തരും. എൻ്റെ മക്കൾ ജസ്റ്റ് ഇപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കുക. മഴവിൽ നിന്നൊക്കെ എക്സാമിന് എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന്. മഴവിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, മഴവിൽ ഉണ്ടാവാനുള്ള കാരണം എന്താ? പ്രകീർണനം, ഡിസ്പേർഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ സമയത്ത് തന്നെ എൻ്റെ മക്കൾ പറയാ, ഒരു മഴത്തുള്ളിയിലേക്ക് സൂര്യപ്രകാശം വരുന്ന സമയത്ത് 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കും, 2 തവണ അപവർത്തനം സംഭവിക്കും, 1 തവണ ആന്തര പ്രതിപതനം, ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇതാണ് മഴവിൽ ഉണ്ടാവാൻ കാരണം. ഇത് പഠിച്ചാൽ മതി. സോ ഞാൻ ചോദിക്കട്ടെടാ, ഈ പാഠത്തിൽ മഴവിൽ എന്നുള്ള ഹെഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ? മഴവിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മഴവിൽ ഉണ്ടാവാൻ കാരണമായ പ്രതിഭാസമാണ് പ്രകീർണനം, ഡിസ്പേർഷൻ. കാരണം എന്താ? സൂര്യപ്രകാശത്തിന്റെ കുടൽമാല പുറത്തിയാടുന്നുണ്ട്, ഡിസ്പേർഷൻ. രണ്ടാമതും കൂടെ എക്സാമിന് വയ്ക്കും, മഴവിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എത്ര തവണ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്? 2 തവണ റിഫ്രാക്ഷൻ, 2 തവണ അപവർത്തനം, 1 തവണ എന്താണ് സംഭവിക്കുക? ആന്തര പ്രതിപതനം, ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് മഴവിൽ ഉണ്ടാവാനുള്ള കാരണം. സെറ്റ് അല്ലേ? ഇതിന്റെ നോട്ടൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനിയും മടിക്കരുത്, പോയി ജോയിൻ ചെയ്യുക. സർ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം. വീഡിയോ അവസാനം ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പോയിന്റ് നമ്പർ 1, സാറേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്, വൈദ്യുത കാന്തിക വികിരണങ്ങളുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രത്യേകത എന്താ? ഇവർക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ മാധ്യമത്തിന്റെ ആവശ്യമില്ല, ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ല. ആരൊക്കെയായിട്ട് സാറേ? ആർമി, ലെക്സ്, ഗാമ. ആർമി, ലെക്സ്, ഗാമ, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ. സാറേ ഇവരുടെ ഒക്കെ സ്പീഡ് എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. മാഷ് അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? ഇതിൽ 2 ആൾക്കാരുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും. ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് അൾട്രാ വയലറ്റ് ആണ്. സൂര്യന്റെ ചൂടിന് കാരണം ഇൻഫ്രാറെഡ് ആണ്. പിന്നെന്തോ മാഷ് പറയുന്നല്ലോ, പറഞ്ഞിനി ഇതിൽ ഒരാൾക്ക് നീളം കുറവാണ്, ഒരാൾക്ക് നീളം കൂടുതലാണ്. വേവ് ലെങ്ത് കുറഞ്ഞ, തരംഗദൈർഘ്യം കുറഞ്ഞ ആളാണ് വാസ്കോ ഡ ഗാമ. ഗാമ രശ്മികൾ. തരംഗദൈർഘ്യം കൂടിയ, വേവ് ലെങ്ത് കൂടിയ ആളാണ് ആര്? ആരടാ? നമ്മളെ റേഡിയോ വേവ്. സാറേ തരംഗദൈർഘ്യം കൂടുമ്പോൾ എനർജി എന്താ ചെയ്യുക? കുറയും. എന്നിട്ട് നമ്മൾ അടുത്ത ഹെഡിങ് പോയിട്ട് വന്നിട്ട് എന്താണ് പഠിച്ചത്? നമ്മൾ പിന്നെ പോയിട്ട് വന്നിട്ടും ആ വിസിബിൾ ലൈറ്റ് ഒക്കെ പഠിച്ചില്ലേ? സൂര്യപ്രകാശത്തിനുള്ളിൽ 7 കളേഴ്സ് ഉണ്ട്. താഴെ വയലറ്റ് ആണ്, മേലെ റെഡ് ആണ്. മഴവില്ലിന്റെ താഴെ വയലറ്റ് ആണ്, മേലെ റെഡ് ആണ്. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ് എന്താ പഠിച്ചത്? അതിനേക്കാൾ എളുപ്പമുള്ള പോയിന്റ്, സിമ്പിൾ, ഹമ്പിൾ, നിസാരം പോയിന്റ്. മഴവിൽ ഉണ്ടാവാനുള്ള കാരണം എന്താ? മഴവിൽ ഉണ്ടാവാനുള്ള കാരണം സിമ്പിൾ. എന്താ മഴവിൽ ഉണ്ടാവാനുള്ള കാരണം? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ. ഒരു മഴത്തുള്ളിയിൽ
ഭൂമിയിലേക്ക് സൂര്യപ്രകാശം കടക്കുമ്പോൾ 2 വട്ടം അപവർത്തനം സംഭവിക്കും, 1 വട്ടം ആന്തര പ്രതിപതനം, 2 വട്ടം റിഫ്രാക്ഷൻ, 1 വട്ടം ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ എന്തെങ്കിലും മാഷ് പറഞ്ഞിനോ? പറഞ്ഞിനി ഒരു പ്രസത്തിലേക്ക് ലൈറ്റ് വന്നാൽ എന്താ സംഭവിക്കുകയെന്ന്. അതിന്റെ കൊടൽമാല പുറത്തിയാടും. ലൈറ്റ് മൊത്തം എങ്ങോട്ടാ പോവുക? ബേസിന്റെ അടുത്തേക്കാണ്, പാദത്തിന്റെ അടുത്തേക്കാണ് പോവുക. സാറേ, ഒരു ലൈറ്റ് ആണെങ്കിൽ അതിനുള്ള എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. താഴെ വയലറ്റ് വരും, മേലെ റെഡ് വരും. ഹാപ്പി? സെറ്റ്? നന്നായിട്ട് പഠിക്കുക. ഓണം എക്സാമിന് ശേഷവും നമ്മൾ പൊളിച്ചടക്കി പഠിക്കുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓണം എക്സാം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്. സോ ഗൈസ്, നന്നായിട്ട് പഠിക്കുക, ലൈവിൽ വരിക, നമ്മൾ തൂഫാനാക്കും.